എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്, വേഫേഴ്സ്, പാല്, പഞ്ചസാര, കോഴിമുട്ട. ഈ ബ്രെഡ് നമുക്ക് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സിയിലടിച്ച് അതിൻ്റെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. ഇതുപോലെ പിന്നെ കോഴിമുട്ട, 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കോഴിമുട്ടയിൽ ആവശ്യത്തിന് പാലൊഴിക്കണം. ഒരു 3 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. പിന്നെ വളരെ കുറച്ച് പഞ്ചസാര മതി, കാരണം മധുരം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പാകത്തിന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പാകത്തിന് എത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വേഫേഴ്സ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മുക്കി നല്ല രീതിയിൽ എല്ലാ സൈഡിലേക്കും ആക്കണം. പിന്നീട് അതെടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കണം. അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യണം. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഏകദേശം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം എണ്ണയിൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ പേരാണ് മാജിക് വേഫേഴ്സ്. ഇത് ഞാനിട്ട പേരാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് റെസിപ്പി കിട്ടുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഇനി കുറച്ച് ഹണി കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു ഷോയ്ക്ക് വേണ്ടി ഒഴിച്ചതാണ്. എല്ലാവരും കഴിക്കുമ്പോൾ ഹണി വേണമെന്നൊന്നുമില്ല. ഇതെന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.